അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അറിയാലോ നമ്മളിപ്പം എവിടെയാണെന്ന് സുഹൃത്തുക്കളെ. എവിടെയാണ് പറഞ്ഞേ? മൂന്നാർ എത്തിയില്ല. ഇത് മൂന്നാർ ഇനിയുണ്ട് 40 കിലോമീറ്റർ. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം ഈ വാട്ടർഫോൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. ചിയാപ്പാറ. ചേട്ടനോട് പറഞ്ഞു ചിയാപ്പാറ. നമ്മള് വെളുപ്പിന് എത്ര മണിക്ക് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്? 5 മണിക്ക്. കഥ പറഞ്ഞുതരാം. ഇന്നലെ രാത്രി നമുക്ക് ഇവിടെ വരണമെന്നായിരുന്നു നമ്മളെ മനസ്സിലുള്ള പ്ലാനിങ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ അലാറൊക്കെ വെച്ചിട്ട് 5 മണിക്ക് നമ്മൾ എണീക്കണമെന്നുള്ള പ്ലാനിൽ നമ്മൾ കിടന്നുറങ്ങി. അങ്ങനെ നമ്മൾ 5 മണിക്ക് വെച്ച് നമ്മൾ 7 മണിക്ക് എണീറ്റു. എന്നിട്ട് 8 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വളരെ പ്ലാനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. എത്ര നേരം ഉറങ്ങുന്നോണ്ട് നമ്മൾ ഇൻട്രോ എടുത്തില്ല. അതുകൊണ്ട് നമ്മളിത് മൂന്നാർ എത്തിയിട്ട് ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു. മൂന്നാർ എത്തിയില്ല. നമ്മുടെ മൂന്നാർ പോകുന്ന വഴിക്കുള്ള വാട്ടർഫോളാണ് സുഹൃത്തുക്കളെ. നമ്മള് അമ്പൂട്ടനെയും കൊണ്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മൂന്നാർ വരുന്നത്. മുമ്പ് എപ്പോഴും മൂന്നാർ ഒന്നും ഓർമ്മയുണ്ടോ? ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഷൂട്ടിന് വന്നില്ലേ മർഗത്തിലേ. അന്ന് വൊമിറ്റിംഗ് ആയിരുന്നു. മൃതലേക്ക് ഒരു ദിവസം 4-3 തവണ വൊമിറ്റിംഗ് ആയിരുന്നു രാത്രി. ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഇടാ. ഇല്ലേ, വേസ്റ്റ് ബിൻ ഇല്ലെന്ന് തോന്നുന്നു. മൊത്തം നമുക്ക് കച്ചറായിട്ട് കിടക്കാം കേട്ടോ. മൊത്തം ഇവിടെ എപ്പോഴും തിരക്കോ ആൾക്കാരൊക്കെ വരികയും ചെയ്യും നിർത്തുകയും ചെയ്യും. അല്ല, ഒരു വേസ്റ്റ് ബിന്ന് പോലും ഇല്ലടി ഇവിടെ. ഗൈസ്, നമ്മുടെ മൂന്നാർ റോഡ് അറിയാമല്ലോ ഗൈസ്. വീതി ഭയങ്കര കുറവാണ് കേട്ടോ. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ സൈഡിൽ ഫുള്ള് വീതി കൂട്ടലിന്റെ പണികൾ ഇങ്ങനെ തകൃതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബസ് 2 ബസ് വന്നു കഴിഞ്ഞാൽ പെട്ട്. അതാണ് ഇത്രയും ബ്ലോക്ക് ആവണം ഇവിടെ. റോഡിന് ഭയങ്കര വീതി കുറവാണ്. പണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയും ചോല പിടിക്കാൻ പോയി. അല്ല, വിറക്. അപ്പൊ വിറക് പിടിക്കാൻ പോയി. അപ്പൊ ഒരു ആനയെ കണ്ട്. ആ ആന പറഞ്ഞ് ദോശ തിന്നാമാരായി. ആനയല്ലേ പറഞ്ഞു? ഞാനൊന്ന് മറന്നുപോയി. അമ്മൂമ്മ അപ്പൂപ്പനും അല്ലേ പറഞ്ഞത്. ഇതിന്റെ മറ്റേ എനിക്കറിയാം. എന്നിട്ട് മറ്റേ അവളന്നിട്ടല്ല, അത് ഇട്ടാടവില്ല. ചാമ്പലിന്റെ ഇടയ്ക്ക് പരിപാടി അടിച്ചില്ലേ? എനിക്കറിയാം. ആന ഒരു കേന്ദ്ര ആനല്ല, അപ്പൂപ്പനും അമ്മൂമ്മയും. ഞങ്ങള് പഠിച്ച കഥ വേറെയാ അല്ലേ അമ്പോ? എന്റെ അച്ഛന്റെ കഥ. ആ കഥയൊക്കെ ആരല്ലേ എഴുതിയത്? അത് പറഞ്ഞു എഴുതിയതല്ല, വാമൊഴി കഥയാ. അതൊക്കെ ഇനി എത്ര കൊല്ലമാണെങ്കിലും ഓരോ തലമുറയായിട്ട്. ഇപ്പൊ ഞാൻ തന്നെ അമ്പ് വളരുമ്പോ ഇത് പറഞ്ഞു കൊടുക്കും. ആ, അതിങ്ങനെ എത്ര ഇത് ഇങ്ങനെ ജനറേഷൻ ആയാലും അങ്ങനെ ഈ കാക്കേ കൂടെ ഇവിടെ ഇതൊന്നും ആരും എഴുതിയതല്ല. ഇതൊക്കെ മാമൊഴിയായിട്ട് ഇങ്ങനെ വന്ന പാട്ടുകളൊക്കെയാ. അതൊക്കെ ഇങ്ങനെ പോവാ. ഇതിപ്പോ ഇടവമാസം അല്ലേ? ഉച്ചകഴിഞ്ഞ് ഇടിവെട്ടി മഴ പെയ്യേണ്ട സമയമാണ്. വൃശ്ചികം അല്ല, ഇടയ്ക്ക് വേറെ എന്തൊക്കെയുണ്ട്. ഇല്ല, ഇടവം, തുലാം, വൃശ്ചികം. എനിക്ക് മലയാള മാസം കറക്റ്റ് എനിക്ക് കുറച്ച് പേരെ അറിയാം. തെറ്റുന്നുണ്ട്. ഈ മലയാള മാസം അറിയത്തില്ല. മലയാള മാസം അറിയാത്തവർ ഒരുപാട് പേര് കാണും. അപ്പൊ അറിയാവുന്ന ആരെങ്കിലും ഒരാള് ഓർഡറിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഒന്ന് പഠിക്കാനാ, സത്യം ഒന്ന് പഠിക്കാനാ. അവനെ കാണിക്കാൻ, അവന് സംസാരിക്കണമെന്ന്. നല്ല അടിപൊളി സെറ്റപ്പ് മഴ ഗൈസ്. ആഹാ, തേയിലത്തോട്ടത്തിന്റെ നടുക്കൂടെ മഴയത്ത് ഏറി വരുന്ന ഒരു ഈ ഫുള്ള് ട്രാഫിക് ആയിരുന്നു ഗൈസ്. നല്ല മഴയുണ്ട്, വൈബ്. കൂടുതൽ നിൽക്കുന്നു. കൂടുതലായാലും മുകളിലൊക്കെ നിൽക്കുന്ന കൂടുതൽ ആൾക്കാര്. ഗൈസ്, ക്ലൈമറ്റ് നോക്ക് സുഹൃത്തുക്കളെ. വന്നിറങ്ങിയത് നല്ല അടിപൊളി മഴ കേട്ടോ. എൻ്റെ മോനെ കൂടെ നോക്കി, രക്ഷയില്ല. അടിപൊളി നല്ല ക്ലൈമറ്റ് തന്നെ കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫുള്ള് നല്ല തിരക്കുണ്ട്. വരുന്ന വഴിക്കൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. വണ്ടി പാർക്കിംഗ് ഫുള്ളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. നൈസ് ക്ലൈമറ്റ്. അന്ന് വന്നപ്പോൾ നമുക്ക് ക്ലൈമറ്റ് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് തവണ വന്നപ്പോൾ. പക്ഷേ എനിക്ക് നല്ല ക്ലൈമറ്റ്. ഇവിടെ റീച്ച് ആയിട്ടുണ്ട് ഹോട്ടലിൽ. അമ്പൂട്ടൻ നല്ല ഉറക്കമാണ്. നല്ല അടിപൊളി കോടാ. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ? സത്യം കീറ്റും. ഇന്നലെ ഇതേ കണക്കായിരുന്നു. നമ്മൾ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ 5 മണിക്ക് ഇറങ്ങാത്തതിൻ്റെ കാര്യം എന്തുവായിരുന്നു? ഇവ ഉറങ്ങിയില്ല. ഇവർ രാത്രി കസർത്തായിരുന്നു, അലർച്ചയും വിളിയും. അങ്ങനെ 1 മണിക്ക് കിടന്ന് നമ്മൾ ഉറങ്ങിയപ്പോൾ എത്ര മണി? എവിടെ 3:30ക്ക് ഉറങ്ങിയിട്ട് പിന്നെ എങ്ങനെയാണ് കൈസ് 5 മണിക്ക് എണീക്കാത്തത്? എന്നിട്ട് താണ്ടെ നമ്മൾ ഉറക്കാഞ്ഞിട്ടത് ഇപ്പം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നതാണ്ട. പൂത്തുറക്കം. കാർ കയറിയപ്പോൾ തൊട്ട് ഉറക്കോ. അരമണിക്കൂർ ഇടവിട്ടിട്ട് ഉറക്കം. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോയി. നമുക്ക് ബാക്കി സാധനങ്ങൾ, കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. ചെറിയ ചാറ്റൽ മഴയുണ്ട്. പക്ഷെ ഒരു തേങ്ങ കാണത്തില്ല കേട്ടോ. നോക്ക്. പക്ഷെ ഇവിടെയൊക്കെ ഫുള്ള് നമ്മൾ മുമ്പ് വന്നിട്ടുള്ളതാണ് ഈ റിസോർട്ടിൽ. നമ്മുടെ മെറ്റേണിറ്റി ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ റിസോർട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ സ്റ്റേ.
മഴ 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 കൊണ്ടുപോക്കോ അടക്ക തേയിലത്തോട്ടങ്ങളാണേ. ഒരു പുണ്ണാക്കും കാണത്തില്ല. ഇതേ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് നിനക്ക് എത്ര മാസം ഉള്ളപ്പോഴാണ് നമ്മൾ വന്നേ? 9 മാസം. ഇപ്പൊ 6 മാസമായി. 6 മാസം കഴിയാറായി. ഓൺ ഗോയിങ്. അടുത്ത മാസം എന്തിട്ട് ഇറങ്ങുന്ന? ഞാന് 15th. 2 വർഷമായില്ലേ ഇവിടെ? സ്ഥലം മൂന്നാറാണോ? കാസർഗോഡ്. ഈ മൂന്നാർ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ? ഇനിയും ചെയ്യാണ്ടില്ലേ? സത്യല്ലേ, മൂന്നാർ നമ്മൾ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും പോവാത്ത ഒരുപാട് സ്ഥലമുണ്ട്. കുറേ ഹിഡൻ സ്പോട്ട്സ് ഉണ്ട് മൂന്നാർ. ലക്ഷ്മി എസ്റ്റേറ്റിൽ പോയി. അന്ന് അമൽ ബ്രോ ഉണ്ടായിരുന്നു കൂടെ. അമലുണ്ട് ഇവിടെ. അപ്പൊ അവിടെ ആണല്ലേ? അതെവിടെ? മൂന്നാറോ? ഓ സീൻ അയ്യോ സെറ്റപ്പ് കേട്ടോ. എങ്ങനെയുണ്ട് മുതലേ? പിന്നെ നമുക്ക് പൂളുള്ളത് വേണ്ട, കാരണം നമ്മള് പൂളി കുളിക്കത്തില്ല കുഞ്ഞിനെ വെച്ച്. ഇതൊക്കെ സെറ്റ് കേട്ടോ. അയ്യോ അടിപൊളി. 180 ഡിഗ്രി വ്യൂ. ഇവിടെ ഇറങ്ങാൻ സ്ലിപ്പാവുന്നുണ്ട്. ഗ്രിപ്പുണ്ട്, കുഴപ്പമില്ല. അയ്യോ മോനെ, എന്നാ വ്യൂ ആ സുഹൃത്തുക്കളെ, നോക്കിയേ. ഇപ്പൊ ഒന്നും കാണത്തില്ല, അവർക്കെല്ലാം വെള്ളമായിരിക്കും. അത് നിങ്ങൾക്ക് മൊത്തം വെള്ളമായിരിക്കും, പക്ഷെ ഇവിടെ വന്ന് നിൽക്കുമ്പോ ഒരു ഫീൽ ഉണ്ടല്ലോ. 8 മാസത്തിൽ കണ്ടല്ലേ? 9 മാസത്തിൽ. നിന്നെ കാണാൻ ഒരു ചേച്ചി വന്നേക്കുന്നു, നോക്കങ്ങോട്ട്. ഓ പിന്നെന്താ. ഉറക്കം എന്നിട്ട് നമ്മളെവിടാ മഞ്ഞിനിടയ്ക്കാന്ന്. നമ്മള് നേരത്തെ കണ്ണു തുറന്നപ്പോ വെള്ളച്ചാട്ടത്തില്, ഇപ്പൊ കണ്ണു തുറന്നപ്പോ മഞ്ഞില്. നമ്മൾ ആദ്യമായിട്ടില്ലേ മൂന്നാർ വരുന്നേ. അയ്യോ, നമ്മള് പൂളിന്റെ ബാക്ക് സൈഡ് ആണല്ലേ? ഇപ്പുറത്താണല്ലേ പൂള് അപ്പുറത്ത്. നോക്ക് വെറുതെ ജക്കൂസി. ഓപ്പൺ വിളിക്കൂല, എനിക്ക് നാണക്കേടാ. അമ്മക്ക് ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇവിടെ എന്തുവാ? ഇത് നോക്കണില്ല. സ്വർണ്ണത്തിൽ ഞാൻ കക്കൂസി പോവില്ലടി, സത്യമായിട്ട് സ്വർണ്ണത്തിൽ ഞാൻ കക്കൂസി പോവില്ല. അയ്യോ രക്ഷയില്ല കേട്ടോ. ബാത്റൂം വയനാട് കിടന്ന അതേ ബെഡാ, റൗണ്ട്. ഇതൊരു 55 ഇഞ്ച് TV ആണ്. ഫുള്ള് നമുക്ക് തുറന്നിടാനായിട്ട് പറ്റിയേ. നമുക്ക് ഫുൾ വ്യൂ കണ്ടിട്ട് കണ്ണാടി റൂമാണ്. കണ്ടേ, കണ്ണാടി റൂം. അതാ ഇപ്പോഴാണ് അറിയണത്. അതും കണ്ണാടി അത് കണ്ണാടി. അതാ പറഞ്ഞ 360 ആംഗിൾ റൂമാണ് സുഹൃത്തുക്കളെ ഇത്. ഇതെല്ലാം നമുക്കിങ്ങനെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്കിതേ പ്രൈവസി വേണ്ട ആവശ്യങ്ങളിൽ നമുക്ക് കർട്ടൻ മാറ്റാവുന്നതാണ്, കർട്ടൻ ഇടാവുന്നതാണ്. അവനെ ചോദിക്കുന്ന അതേത് സമയം. കഴിഞ്ഞ വട്ടം നീ മൂന്നാറില് വന്നപ്പോഴേ നീ വയറ്റിലായിരുന്നു, ഇപ്പൊ നീ പുറത്ത്. അവൻ എന്നെ നോക്കുന്നത് ഇത് കണ്ടപ്പോ വന്ന ക്ഷീണമൊക്കെ മാറി. അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഡോറ് തുറന്നിട്ടിട്ട് എങ്ങും പോകരുത്, കാരണം അവിടെ കുരങ്ങിന്റെ ശല്യമുണ്ട്. സാധനങ്ങളൊക്കെ കുരങ്ങെടുത്തോണ്ട് പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. കുരങ്ങൻ നിന്നെ ഇട്ടോണ്ട് പോകും ചിലപ്പോ. നീ ഇച്ചടിയേ ഉള്ളു, കുരങ്ങിന്റെ കുഞ്ഞാന്ന് വിചാരിക്കും നീ. അവിടെ കോമഡിക്ക് നീ ചിരിച്ചോ? അതെവിടെ അലപ്പോട്ടെ. ഇത് റെസ്റ്റോറന്റ് ആട്ടോ. ഇത് വെള്ളം തുറക്കുന്ന എങ്ങനെ? നമ്മള് കുളിക്കുന്ന 1/2 മണിക്കൂർ മുന്നേ വെള്ളം ഒഴിച്ചിടണം. ഇല്ല, ഞാൻ ഓണാക്കി, സാധനം ഓണാക്കി. ഇതൊക്കെ ഇരക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നിറയുന്നുണ്ട്. ഓഫ് ചെയ്തല്ലേ, നമ്മളിപ്പോ കുളിക്കുന്നില്ലല്ലോ. അയ്യോ ശരി, ചോദിച്ചിട്ടേ നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. ഇത് എന്താ തലയൊക്കെ അവിടെ തല ഇങ്ങനെ വെക്കുവോ? നിങ്ങൾ രണ്ടുപേരോട് കിടക്കണം, ഞാൻ ഇതിനകത്തായിരിക്കും ഫുള്ള് കേട്ടോ. കണ്ടാ മതി. സെക്കൻഡ് ബാൽക്കണി. ലുക്ക് അറ്റ് ദാറ്റ്. അങ്ങനെ നമ്മുടെ റെസ്റ്റോറന്റിലോട്ട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. വ്യൂ കാണാന്ന് വെച്ചാ കോട മാത്രല്ലേ ഉള്ളൂ, തേയിലത്തോട്ടം കാണുന്നില്ല. കുറച്ചു നേരത്തേക്ക് കോട ഒന്ന് പോകാൻ പറ്റുമോ? വ്യൂ കാണിക്കാനായിട്ട് പറ്റൂല, നാളെ രാവിലെ ആവട്ടെ. നമ്മള് ഫുഡ് കഴിക്കാൻ കേസ്. നല്ല വിശപ്പ്. സമയം ഇപ്പൊ ഏതാണ് 3-4 മണിയായിട്ട്. ലഞ്ച് കിട്ടുമായിരിക്കും. എന്തായിട്ടുണ്ടോ നോക്കാം. ലഞ്ചിന്റെ ഒക്കെ സമയം കഴിഞ്ഞു കേസ്. ഇച്ചിരി മുമ്പേ ഫുള്ള് മഞ്ഞായ മൃതിലെ. ഇപ്പൊ നോക്ക് എത്ര പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയെന്ന്. അടിപൊളിയാട്ടോ.
ചിരി സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മള് പാലൊക്കെ കുടിച്ച് ഓണായിട്ടുണ്ട്. അവിടെ മൃദുല കഴിക്കട്ടെ. മൃദുലക്ക് വിശന്ന് കണ്ണാണാതിരിക്കും കേട്ടോ. അമ്മച്ചി കണ്ണാണായിരിക്കും. അമ്മച്ചിയുടെ കണ്ണാണായിരിക്കും. അമ്മച്ചിയുടെ അടുത്ത് പോയില്ല കടിക്കും പിടിച്ച്. അയ്യോ വേമ നെക്കി ഫോക്കസ് ഔട്ട് ആക്കി കേട്ടോ മക്കളെ. വിശന്നിരിക്കും. അമ്മച്ചിയുടെ അടുത്ത് പോയില്ലേ പിടിച്ച് കടിച്ചളേ. ഞാൻ അല്ലേലും കടിക്കും. അമ്പോയെ ഊരിക്കൊണ്ട് വീട്ടിൽ പോലാക്കളെ. നല്ല രസമുണ്ടല്ലേ? എങ്ങനെ ഉണ്ട്? വീട്ടിൽ കൊണ്ടുപോവാം. അയ്യോ സൂപ്പർ. നോക്കിയിരുന്നു അങ്ങോട്ട്. എൻ്റെ വേണം നിനക്ക്. നിനക്ക് വാഴക്കാപ്പൻ തന്നില്ലേ? അതും ചിന്നോട് ചുമ്മാ ഇരുന്നൂടെ? നീ എന്റെ രോമത്തിൽ പിടിച്ച് വലി കണ്ട. അവന്റെ രോമത്തിൽ പിടിച്ച് ഒറ്റ വലിയാണ് ഗൈസ്. വാച്ചിന് അവിടുത്തെ ഇല്ല കേട്ടോ. ഇവിടുത്തെ രോമം ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ പിടിച്ച് ഒറ്റ വലിയ ജീവൻ പോകും ഗൈസ്. ഉടുപ്പില്ലാതെ അമ്പൂട്ടന്റെ മുമ്പിൽ പോയി നിക്കാൻ പറ്റത്തില്ല. അവിടെ പിടിക്കും, പിടിച്ച് വലിക്കും. ആചന പടാ നക്കിക്കൂടാ ഇച്ചിച്ചി. ഇവിടുന്ന് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നോക്ക് വ്യൂ നോക്ക്. തേയിലത്തോട്ടം ആടി മുകളില് അങ്ങോട്ട് നോക്കടി മൊണ്ണേ. ഇവിടെ വന്ന് കിടക്കോളൂ ഫോണിൽ കളിച്ചോണ്ട്. അതിൽ വേറൊരു പ്രോപ്പർട്ടി ഉണ്ടോ? ഇത് ലൈറ്റ് നിങ്ങൾക്ക് ഷെയ്ഡേ കാണത്തുമായിരിക്കും. അത് കറക്റ്റ് സെന്റർ ആയിട്ടാ. ഇത് സൈഡ് വ്യൂ ആ. അത് കറക്റ്റ് സെന്ററാ. ഭയങ്കര രസമായിരിക്കും കേട്ടോ. അത് മറ്റേ കുബേര സിനിമയ്ക്കകത്തുണ്ടല്ലോ 2 ദിവസത്തേക്കുള്ള പണക്കാരൻ. അങ്ങനത്തെ പണക്കാരനാ. കിടക്കാൻ ഭയങ്കര സുഖമാണ്. ഹേ ഗായ്സ്, നല്ലൊരു ഉറക്കത്തിന് ശേഷം നമ്മളിത് എണീറ്റു. സമയം 9 മണി. അയ്യോ ഞാൻ വിചാരിച്ച റെസ്റ്റോറന്റ് പൂട്ടി പട്ടിണി. ഇല്ല 10 പേരുണ്ട്. ഞാൻ അപ്പോഴേ ടക്കിന് വിളിച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത്. ഇന്ന് ഭയങ്കര ടയർഡായിരുന്നു. ഇന്നലത്തെ ഉറക്കം നമ്മള് ഉറക്കത്തിൽ കേട്ടായിരുന്നില്ലേ? അയ്യോ നിന്റെ ഒരു ചെവി കേട്ടോ. ആഹാരം എന്ന് പറയുമ്പോ ലാസ്റ്റ് എന്തെങ്കിലും ഡെസേർട്ട് കൂടെ പറയണേന്ന് മനസ്സുണ്ട്. പക്ഷെ ഉറക്കത്തിലായിട്ട് പറയാനും തോട് വെട്ടുകയും ചെയ്തു. എവള് ഉറക്കത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇവക്ക് നല്ല ഓർമ്മയാ. പേപ്പറൊക്കെ എടുത്തിട്ടില്ലേ? മറ്റേ ഇല്ല അതില്ല കോട്ടില്ല. അതിനകത്തുണ്ടോ? കോട്ട് വിട്ടിട്ട് എന്റെ ഒരു ജക്കൂസി ഉണ്ട്. സൂപ്പുണ്ട്. നാട്ടുകോഴി സൂപ്പ്. നമുക്ക് വേണം. അമ്മൂന് തേത്തില്ല അമ്മ തില്ല. നാട്ടുകോഴി സൂപ്പ് 2 ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് എണീറ്റ് വാ ഒന്ന് വതമേ. അവിടെ കുത്തിയിരിക്കാതെ ഒറ്റ കിളപ്പ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ 3 വന്നേക്കുക. ചില ആൾക്കാർക്ക് ഇങ്ങനെയാണ് ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ. ട്രിപ്പ് പോകുന്നത് ഒന്ന് സുഖിക്കാനാ, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനാ. വീട്ടു ജോലികളില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യണം. പാത്രം കഴുകണ്ട, തൂക്കണ്ട, തുണി കഴുകണ്ട, ജസ്റ്റ് അമ്മായി തിങ്സോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഒരു ബ്രേക്ക്. നാട്ടുകോഴി നാട്ടുകോഴി തന്നെയാണോ? പക്ഷെ ഇത് ബ്രോയിലർ കോഴിയാണല്ലോ. കഴിച്ചോ കഴിക്കും. നാട്ടുകോഴി എന്ന് പറഞ്ഞങ്ങ് കുടിച്ചാൽ മതി. മെൽറ്റഡ് ഇൻ ദ മൗത്ത്. തമിഴ്നാട് അതായത് നാട്ടുകോഴി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് വേർഡല്ലേ. നമ്മള് ഞാനും മുതലേ എണീറ്റ് മാറിപ്പോയ എപ്പോഴും നമ്മളിലെ സെക്യൂരിറ്റി അല്ലെങ്കിൽ CCTV പോലെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. കാരണം ഡേഞ്ചർ ആണ് കേട്ടോ. അവനെ നമ്മുടെ ബെഡ്റൂമിൽ തന്നെ എന്തെങ്കിലും ഒരു സ്ക്വയർ ആയിട്ടൊക്കെ വെക്കേണ്ടിയിരിക്കും. ഇവിടെ കിടക്കുന്നതും കാണാം, അതോ അങ്ങ് എത്തുന്നതും കാണാം നിമിഷ നേരം കൊണ്ട്. ഇവന്റെ ബാക്കിന് ഇത്രയും പവറോ? എന്തുകൂടെ ടൊയാറ്റോയുടെ എഞ്ചിനാ വെച്ചേക്കുന്ന? നീ എന്റെ കൂടെ ജക്കൂസി ചാടും. നീ ഇന്ന് ജക്കൂസി ചാടിലേക്ക് വലിച്ചിറക്കും മൃദുല. ഞാൻ പറഞ്ഞില്ല. തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ, വെറും തള്ള വൈബ്. പറ്റത്തില്ല മൃദുല, ഇറങ്ങിയേ പറ്റൂ. നീ ഇറങ്ങിയില്ലേ അവനെ പിടിച്ചിറങ്ങി. എനിക്കൊരു കമ്പനി വേണം. നീ ഇല്ലെങ്കിൽ അവര് വേണമെങ്കിൽ പനി പിടിക്കും. നിനക്കാണെങ്കിൽ കുഴപ്പമില്ല. മര്യാദക്ക് വന്നോ. വരാൻ പറയാൻ അമ്മച്ചെടുത്ത്. ജക്കൂസി ചൂടുവെള്ളം കാണും. പിന്നെ ജക്കൂസി ചൂടുവെള്ളം കാണും. നമുക്ക് നോക്കാം ഗൈസ്. വാടി
ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പനി ജക്കൂസി കുളിക്കാം വാമ്പു. ഞാൻ ചൂടുവെള്ളം നിറച്ചിട്ടേക്ക് വരാതെ ഇപ്പൊരു വൈബില്ല. എണീക്കടി ഓടി വിടാ. എനിക്ക് ഒറ്റയ്ക്ക് കുളിക്കണം, എനിക്ക് കമ്പനിയാ. എടി നല്ല ചൂടുവെള്ളം ഞാൻ നിറച്ചിട്ടുണ്ട്. നീ ബാച്ചിന് കമ്പനിക്ക് കളർഫുൾ കളറൊക്കെ കത്തുന്നടി വെള്ളത്തില്. എടി തിരുവനന്തപുരത്ത് പോയാ പിന്നെ കുളിക്കാൻ പറ്റത്തില്ല, അപ്പൊ നീ മിസ് ചെയ്യും. നീ അങ്ങനല്ല കുളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ അവിടെ ജക്കൂസി ഇല്ലല്ലോ, അവിടെ കക്കൂസ് മാത്രമല്ലേ ഉള്ളൂ, ജക്കൂസി ഇല്ല. നീ വാ നമുക്ക് ഇവിടെ കുളിക്കാം. ഞാൻ കുബേരന്റെ ഡ്രസ് ഇട്ടിട്ട് വരാം. ഓക്കെ 2, 3, 1. എങ്ങനെയുണ്ട് കേസിലേക്ക്? അടിപൊളി. ഉച്ചക്കാണെങ്കിൽ ഇറങ്ങാം. ഈ 12 മണിക്ക് ജക്കൂസിൽ ഇറങ്ങാൻ വാന്ന് പറഞ്ഞു വിളിച്ചാ കക്കൂസിലല്ലോ ജക്കൂസിലല്ലേ വിളിച്ച വന്നൂടെ? അവനെ അപ്പൊ എന്ത് ചെയ്യോ? അവനെ ഇറക്കണം, ചൂടുവെള്ളോ വേണ്ട, അവന് പനി വരും. ഇതെന്തോ ഇട്ടാ ഫുള്ള് വെള്ളം ഇല്ലാത്ത നിറഞ്ഞോണ്ടിരിക്കുക, സമയം എടുക്കും. ഇട്ടോടനെ അങ്ങ് നിറയോ? ഇതെന്തരാ ഇത്? ജപ്പാൻ കൂടിയുള്ള പദ്ധതിയാ, കുറച്ച് സമയം കൊടുക്കും. ഇതൊക്കെ നിറഞ്ഞാ മതിയല്ലേ? പോയിട്ട് രാത്രി ജോലിയൊന്നുമില്ലേ? നമ്മളെ എപ്പോഴും ഇങ്ങനെ റൂമൊന്നും എടുക്കല്ലേ, പക്ഷെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത് നമുക്ക് റൂം എടുത്തിട്ട് അങ്ങനെ അറമാദിക്കുക. അല്ലാതെ നമ്മളെ പോകുമ്പോഴൊക്കെ ചെറിയ ചെറിയ റൂം എടുത്താൽ മതി, പക്ഷെ വർഷത്തിൽ ഒരിക്കൽ ഇതുപോലെ അറമാദിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സന്തോഷം. അയ്യോ ചൂട് കൂടി വേവ് പോവും. നിനക്ക് ഇനി ജക്കൂസ് ഇട്ട് തരത്തില്ല. ഇന്നിറങ്ങിയ ആർക്കും ഇല്ല, ഇന്നിറങ്ങുന്നവർക്ക് മാത്രമേ. ഞാൻ റിസപ്ഷനിൽ വിളിച്ചിട്ടോളാം. ഈ പെടല് വീണെടുക്കത്തില്ല ഇങ്ങനത്തെ വെച്ചാ എന്തോ ഒരു വേവുന്ന ഫീല്. എന്ത് വില കൊടുത്ത് നമുക്ക് വീട്ടിലൊരു പണിയാ, പക്ഷെ സ്ഥലമില്ല. ഞാൻ ടെറസിന്റെ മണ്ടയിലാണേലും നട്ടുച്ച വെയിലത്ത് പോയി കിടക്കാം. ഇതുപോലെ ഇങ്ങനെ സാഹസം ചെയ്യാല്ലേ? സാഹസമല്ല, ഇതുപോലൊരു പൊട്ടനാണ്. ഓ സാധകം. അതിന്റെ അകത്ത് കാണാൻ സ്വിച്ച് ഉണ്ടാക്കിലടിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. പുഴുങ്ങിയെടുക്കാം. ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ കുളിച്ച് എന്ത് സുഖമെന്നറിയാം ഗായ്സ്. നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ചിട്ട് നല്ല തണുപ്പത്ത് കിടന്ന് ഉറങ്ങണം, അടിപൊളി. അമ്പോട്ട് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി പാസ്സാക്കി. മൃദുല കുളിച്ചില്ല കേട്ടോ, കുളിച്ചില്ല. ചുമ്മാ സെന്റൊക്കെ അടിച്ച് വന്നിരിക്കുക. അടിച്ചില്ല, അതെന്റെ മണവാ. ഗുഡ് നൈറ്റ് പറ എല്ലാവരും. എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞേ. അവ ഉറങ്ങിയത് ഞാൻ ഒന്ന് അടുത്ത് നിന്നിട്ടുള്ള അപ്പമാണ്. നാളെ കാണാം. നമ്മളിവിടുന്ന് നാളെ രാവിലെ ഒരു വ്യൂ പോയിന്റിലൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. രാവിലെ എണീറ്റ ഭാഗ്യം. എന്തായാലും നാളെ കുറച്ച് മൂന്നാറിൽ എനിക്ക് അന്ന് പോയ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇവിടുന്ന് അടുത്ത് കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ലവ് യു ആൻഡ് ബൈ. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള റെഡി കാണുന്നവരെ ബൈ. ഇത് കളിപ്പാടം കളിക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല, ഇടിയോടി. ഇതിട്ടപ്പോ കരഞ്ഞു, ഞാൻ അങ്ങനെ കൊടുത്തതാ.